ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുക ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു ഹെയർ ബാൻഡാണ്. പിന്നെ ഇതുപോലൊരു നൂല് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ആവശ്യത്തിന് കത്രിക. പിന്നെ നമ്മൾ ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സൂചി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലൊരു സ്റ്റിക്കിൻ്റെ കൂടെ ആവശ്യമുണ്ട് കേട്ടോ, നേരിയൊരു സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാനൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 6 പീസസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ 4 മൂലയിൽ നിന്ന് ഈ ഒരു മൂല എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. ഈ ഒരു ഹെയർ ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുമ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 7 രൂപയാണ് കേട്ടോ. എന്നാൽ അത് 100 രൂപയ്ക്ക് എങ്ങനെ വിൽക്കാൻ പാകത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ടൈറ്റായിട്ട് ചുരുട്ടിയതിന് ശേഷം മെല്ലെ സ്റ്റിക്കൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ രണ്ടിൽ നിന്ന് അപ്പുറത്തെ എണ്ണയിലേക്ക് ഇതുപോലെ ചുരുട്ടി കൊടുക്കുന്നുണ്ട്. രണ്ടെണ്ടും കൂട്ടിമുട്ടുന്ന വരെ ഞാൻ ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് കുറച്ച് വലിയ സൈസാണ് വേണമെങ്കിൽ കുറച്ച് മുൻപോട്ട് നോക്കിയിട്ട് ചുരുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഇതളുകളുള്ള ഫ്ലവറാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു നൂലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു എൻഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ബാലൻസ് വരുന്ന പോർഷൻസാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ലീഫ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ 6 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ കണ്ട് 6 എണ്ണം ഞാനിതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കെട്ടിക്കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ സൂചി നൂല് ഞാൻ ഓൾറെഡി കോർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി ടാസ്ക് ആണല്ലോ. അപ്പോൾ ഞാൻ മുൻപേ തന്നെ കോർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇതിൻ്റെ കെട്ടിയ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇതുപോലുള്ളതൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവാറുണ്ട്. അപ്പം നമുക്ക് വെറും 7 രൂപ ചിലവിൽ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് 100 രൂപക്കത് വിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും യൂസ്ഫുൾ ആണല്ലോ, അത്രയും ലാഭമാണല്ലോ. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ഈ 6 ഇതളും ഇതിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരിയ സൂചി തന്നെ എടുക്കുക, നമ്മൾ പെട്ടെന്ന് തുന്നിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് 0 സൈസ് സൂചിയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇനി അത് എല്ലാം ഒന്ന് കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം അതൊന്ന് ടൈറ്റൻ ചെയ്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ഇതിലേക്ക് ഒന്ന് കോർത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ടത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് തുന്നിക്കൊടുക്കുക കേട്ടോ. അത് ഇളകി പോകാൻ വേണ്ടി പാടില്ലല്ലോ. നമ്മളിപ്പോൾ ഓർഡറൊക്കെ കിട്ടിയിട്ട് വരുന്നതാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അത് കെട്ടി ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ അവിടെ. ധൻഷു ബേബി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നത്. ഇനി അത് നല്ല ഇതിൽ ഒന്ന് കെട്ടിക്കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ല, ആൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആൾ എൻ്റെ ഫ്രെയിമിലൊക്കെ വന്നിട്ട് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവന് കൂടെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിയുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ അവനെ മാക്സിമം എൻ്റെ കൂടെ കൂട്ടാറുണ്ട്. അപ്പോൾ ഞാനിതാ 3 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഹെയർ ബാൻഡിന് തുണി ചുറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ തുണി ചുറ്റുമ്പോൾ എത്ര ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇതിലിപ്പോൾ പറയാത്തത് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഇത് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് നല്ല രീതിക്ക് നെറ്റ് ക്ലോത്തൊക്കെ ഒട്ടിപ്പിടിക്കും. ഒരു ബിസിനസ്സാക്കി മാറ്റുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇപ്പോൾ ഹെയർ ബാൻഡിൻ്റെ തന്നെ. നല്ല ലാഭകരമാണ് കേട്ടോ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി തുടങ്ങിയത്. അല്ലാണ്ട് ഇതൊരു ബിസിനസ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. എന്നാൽ ഇത് ചെറിയ തോതിൽ എനിക്കൊരു ബിസിനസ് ആയിട്ട് ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ ഞാനിതിൽ അത്ര കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി എനിക്ക് ഓർഡർ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അധികം ഓർഡറും കിട്ടി വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു എൻഡിൽ വരെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എൻഡിൽ കൂടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാതെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു വെള്ള കളറ് അവിടെ ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് അവിടെ ഒട്ടി നിന്നോളും. ധൻഷി ബേബി ഓരോന്നും എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അവൻ്റെ കൈയും കാലൊക്കെ കാണുന്നുണ്ടാവും, അതാണ് കേട്ടോ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാനിതാ ഇത് ഒട്ടിച്ചെടുക്കുക. ഫ്ലവർ ഓരോന്നായിട്ട് ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. നല്ല ഒരു ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉടുപ്പിൻ്റെ ഫ്രോക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. നമ്മളിത് മാർക്കറ്റിലൊക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുമല്ലോ. ഇപ്പോൾ ഓൺലൈനിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു ടൈപ്പ് ഹെയർ ബാൻഡിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് 3 ഞാൻ ഇതുപോലെ നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായിട്ട് ഉണങ്ങുന്നത് വരെ അതൊന്ന് ഹോൾഡ് ചെയ്ത് കയ്യിൽ തന്നെ പിടിക്കുക കേട്ടോ. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഷേപ്പ് എവിടെയെങ്കിലും ആയിപ്പോകും. ഇത് നേരെ തന്നെ നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം ഇതൊന്ന് കയ്യിൽ തന്നെ വെക്കുക. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ബീഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു കാണാൻ ഭംഗിയുള്ളൊരു ബീഡ് എടുത്തിട്ടുണ്ട് 3 അതിൽ നിന്ന്. ഇനി അത് നമുക്കതിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഗ്ലൂ തന്നെ ഉപയോഗിച്ച് ഞാൻ ഒട്ടിക്കുന്നതല്ല, സൂചി നൂല് വെച്ച് അവർക്ക് തുന്നണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിതിപ്പം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഒന്ന് ഓർഡറൊക്കെ കിട്ടുമ്പോൾ ആണെങ്കിൽ നമ്മൾ സൂചി നൂല് വെച്ച് തുന്നുന്നതായിരിക്കും ബെറ്റർ. ഞാനിതാ 3 ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഹെയർ ബാൻഡ് മേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെറും 7 രൂപയുടെ ഹെയർ ബാൻഡിനെ നമ്മൾക്കിപ്പോൾ ഒരു 100 രൂപക്ക് പാകത്തിന് വിൽക്കാൻ വേണ്ടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യുക. എന്നിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.